1970s അല്ലെങ്കിൽ 80s ഉള്ള ജിമ്മുകൾ നോക്കിയാൽ അവിടെ എക്സസൈസിന് യൂസ് ചെയ്യുന്ന അപ്പാരൽസ് അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത് ബാർബലും അതുപോലെ ഡംബലും ആയിരുന്നു. ഈ കാലഘട്ടത്തിലുണ്ടായ ഒരു എക്സസൈസ് സിസ്റ്റമാണ് സ്ക്വാട്ട്, ഡെഡ് ലിഫ്റ്റ്, ബെൻഡ് ഓവർ ബാർബൽ റോസ്, ഓവർ ഹെഡ് ഷോൾഡർ പ്രസ്, ഇങ്ങനെയുള്ള ഒത്തിരി എക്സസൈസുകൾ ആ കാലഘട്ടത്തിൽ അന്നത്തെ പരിമിതമായ നോളജിൽ ഉണ്ടായിരുന്ന എക്സസൈസുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള എക്സസൈസുകളുടെ ഇൻഎഫിഷ്യന്റ് പാരാമീറ്റേഴ്സും അതിൻ്റെ സേഫ്റ്റി അല്ലാത്ത പാരാമീറ്റേഴ്സിനെയും കവർ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ കവർ ചെയ്ത് അടുത്തൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ജർമ്മനിയിലും അമേരിക്കയിലുമുള്ള സയന്റിസ്റ്റുകളും എക്സസൈസ് ഫിസിയോളജിസ്റ്റുകളും എസ്പെഷ്യലി പീപ്പിൾ ലൈക്ക് ആർതർ ജോൺസ്, അവരാണ് ഇന്ന് നമ്മൾ കാണുന്ന മോഡേൺ എക്യുപ്മെന്റ്സിന്റെ ഇൻവെന്റേഴ്സ്. അവർ ഈ എക്യുപ്മെന്റ്സ് ഡെവലപ്പ് ചെയ്തത് നമ്മളൊരു വർക്കൗട്ട് ചെയ്യുമ്പോൾ എഫിഷ്യൻ്റ് ആയിട്ടുള്ള എക്സസൈസ് ചെയ്താൽ എഫിഷ്യൻ്റ് ആയിട്ട് സുപ്പീരിയർ റിസൾട്ട്സ് കുറച്ച് ഷോർട്ട് ഡ്യൂറേഷനിൽ തന്നെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. ഇത് മനസ്സിലാക്കിയാണ് നമ്മൾ ഇന്ന് ജിമ്മിൽ കാണുന്ന ഭൂരിഭാഗം എക്യുപ്മെന്റ്സും ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതല്ലാതെ രണ്ടുപേര് കൂടിയിരുന്ന് വെൽഡ് ചെയ്തെടുക്കുന്നതല്ല ഈ എക്യുപ്മെന്റ്സ്. ഇതിന്റെ മെക്കാനിക്സ് അത് സയന്റിഫിക്കലി ഡെവലപ്പ് ചെയ്ത് ഒരാളുടെ ബോഡിയിൽ എക്സസൈസ് ചെയ്യുമ്പോൾ വരുന്ന ഫിസിയോളജിക്കൽ ന്യൂറോളജിക്കൽ ചേഞ്ചസ് എന്താണെന്ന് മനസ്സിലാക്കി അത് അവർ റിസർച്ച് ചെയ്ത് പല ഇൻഡിവിജ്വലും ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ആ എക്യുപ്മെന്റ്സ് പുറത്തേക്ക് ഡെലിവറി ആവുന്നത്. അപ്പോൾ അങ്ങനെയുള്ള എക്യുപ്മെന്റ്സ് ഡെവലപ്പ് ചെയ്ത് വരുന്ന കാലഘട്ടത്തിൽ നമ്മൾ വീണ്ടും ഈ പഴയ എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ ബാറും ഡംബലും ഡെഡ് ലിഫ്റ്റും ബെൻഡ് ഓവർ ബാർബൽ റോയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. കാര്യം നമ്മളുടെ വാല്യുബിൾ ടൈമും എനർജിയും ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള എക്സസൈസിന് വേണ്ടിയാണ് നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടത്. ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങൾ എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നത്, ബാർബലിനെയും ഡംബലിനെയും റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് 99% എക്യുപ്മെന്റ്സും വന്നിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ബാറും ഡംബലും ആണ് നല്ലതെന്ന് പറയുകയാണെങ്കിൽ പിന്നെ ഈ എക്യുപ്മെന്റ്സ് ഡെവലപ്പ് ചെയ്യേണ്ടതോ വരേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരിക്കലും ഒരു ബാറും ഡംബലും മോശമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഒരു എക്യുപ്മെന്റ്, ഒരു സുപ്പീരിയർ മെക്കാനിക്സ് ഉള്ള എക്യുപ്മെന്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ജിമ്മിൽ പോയിട്ട് ബാറ് ഡംബൽ സിസ്റ്റം യൂസ് ചെയ്യുന്നത് ഇറ്റ്സ് ഫൂളിഷ്. കാര്യം നിങ്ങളുടെ ടൈം എനർജി നിങ്ങൾ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള എക്സസൈസിനായിട്ട് സ്പെൻഡ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഒരു എക്സസൈസ് ഇവാലുവേറ്റ് ചെയ്യാൻ നേരത്ത് നിങ്ങൾ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ബാർബലിൽ ബൈസെപ്പ് കേൾ ചെയ്യണമെങ്കിൽ അതിന്റെ റേറ്റിംഗ് 4 out of 10 ആണ്. അത് തന്നെ നിങ്ങളൊരു ഡംബലിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ ഇറ്റ് മൈറ്റ് ബി 5 out of 10. ഇതിൽ നിങ്ങൾ ഡംബൽ ഓൾട്ടർനേറ്റ് കേൾ ചെയ്യുകയാണെങ്കിൽ അതിന്റെ എഫിഷ്യൻസി അതിനേക്കാൾ കൂടുതലാണ്. അതിന്റെ അർത്ഥം ഓരോ എക്സസൈസിനും അതിന്റെ ലെവൽ ഓഫ് ഡിഗ്രി ഓഫ് എഫിഷ്യൻസി ഉണ്ട്. അപ്പോൾ കൂടുതൽ വേരിയേഷൻ ചെയ്യുന്നതോ കൂടുതൽ വെറൈറ്റി ചെയ്യുന്നതല്ല കാരണം. ഏത് എക്സസൈസാണ് സുപ്പീരിയർ, ഏത് എക്സസൈസാണ് കൂടുതൽ എഫിഷ്യൻറ്റ്, അത് ഐഡന്റിഫൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ക്ലയൻസിന് നിങ്ങൾ അങ്ങനെയുള്ള എക്സസൈസാണ് സജസ്റ്റ് ചെയ്യേണ്ടത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ പലരും കാണുന്ന മോട്ടിവേഷണൽ വീഡിയോയിൽ കാണുന്ന പഴയ ഒരു ബോഡി ബിൽഡർ ആയിരിക്കാം. 70-80 കാലഘട്ടങ്ങളിൽ ഉണ്ടായ ഒരു ബോഡി ബിൽഡറിന്റെ മോട്ടിവേഷണൽ വീഡിയോയ്ക്ക് നിങ്ങൾ കാണുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന ഒരു വർക്കൗട്ട് ചെയ്യുന്ന ഒരു വീഡിയോയിൽ അവർ കാണിക്കുന്ന വർക്കൗട്ട് സിസ്റ്റം, അതല്ലെങ്കിൽ വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങളിപ്പോൾ എന്നെ വീട്ടിൽ വന്ന് കാണുമ്പോൾ ഞാൻ ധരിക്കുന്ന വസ്ത്രമല്ല ഞാനൊരു പാർട്ടിക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഞാനൊരു ഫംഗ്ഷന് പോകുമ്പോൾ ഞാൻ കുറേ കൂടി ചിലപ്പോൾ ഒരു സ്യൂട്ടോ ഫോർമൽസാണ് ഞാൻ വേഷമായിട്ട് യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ഫോളോ ചെയ്യുന്ന ഇൻഫ്ലുവൻസർ ചെയ്യുന്ന വർക്കൗട്ട് അദ്ദേഹത്തിന്റെ ഒറിജിനൽ വർക്കൗട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. അവർ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന എക്സസൈസ് ചിലപ്പോൾ ഡെഡ് ലിഫ്റ്റ് ആകാം എന്ന് വെച്ചാൽ അവർ ഡെഡ് ലിഫ്റ്റ് സ്ഥിരമായി ചെയ്യുന്നവരല്ല. അപ്പം നിങ്ങൾ അങ്ങനെ ഇൻഫ്ലുവൻസ്ഡ് ആയി പോകുകയാണെങ്കിൽ യു ആർ ഇൻ ദ റോങ് ഡിറക്ഷൻ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ എക്സസൈസ് സെലക്ട് ചെയ്യാൻ നേരത്ത് നോളജബിൾ ആയ ഒരു ട്രെയിനറിൽ നിന്ന് കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങളും അതിനെ ഒരു ലോജിക്കലി അതിന്റെ റീസണിങ് അന്വേഷിക്കണം. അതല്ലാതെ നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾ റോങ് ഡിറക്ഷനിലായി പോകും. നിങ്ങളുടെ വാല്യുബിൾ ടൈമും എനർജിയും നിങ്ങൾ കുറെ പ്രൊഡക്റ്റീവ് ആകാത്ത എക്സസൈസുകളിൽ ചെയ്യുന്നു. അതിന്റെ എൻഡ് റിസൾട്ടും ഉണ്ടാകുകയില്ല. നിങ്ങൾ ഡീമോട്ടിവേറ്റഡ് ആവും, നിങ്ങൾക്ക് ഇഞ്ചുറികൾ വരാം. അപ്പം മനസ്സിലാക്കുക, ഞാൻ ഡോറിയൻ എയ്റ്റ്സിന്റെ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഡോറിയൻ എയ്റ്റ്സ് എന്ന ബോഡി ബിൽഡർ ഒരിക്കലും സ്ക്വാട്ട് എന്ന് പറഞ്ഞ എക്സസൈസ് ചെയ്തിട്ടില്ല.
കാര്യം പുള്ളിക്ക് ബാക്ക് ഇഞ്ചുറി വന്നതിന് ശേഷം ഒരിക്കലും സ്കോട്ട് ചെയ്തിട്ടില്ല. പുള്ളിയുടെ വളരെ 6 ടൈംസ് മിസ്റ്റർ ഒളിമ്പിയാണ് ഡോറിയനീസ്. ഇത്രയും വലിയൊരു മിസ്റ്റർ ഒളിമ്പിയ ഇതുവരെ സ്കോട്ട് ചെയ്തിട്ടില്ല. അതുപോലെ അദ്ദേഹം ആഴ്ചയിൽ 4 ദിവസമാണ് വർക്കൗട്ട് ചെയ്തിരുന്നത്. അതുപോലെ അദ്ദേഹത്തിന് ബെൻഡ് ഓർ ബാർബൽ റോ 1-2 എക്സസൈസ് കഴിഞ്ഞാൽ ബാക്കിന് വേണ്ടി റിവേഴ്സ് പുൾ ഡൗണും പുൾ ഓവർ മെഷീനാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ കണ്ടമാന വേരിയേഷൻ ചെയ്തുകൊണ്ട് കണ്ടമാന റിസൾട്ട് എന്നുള്ളതല്ല, എഫിഷ്യൻ്റ് എക്സസൈസ് ചെയ്താൽ നിങ്ങൾക്ക് മികച്ച റിസൾട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു കണ്ടന്റാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്.